ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ സർക്കാർ ധനസഹായത്തോടെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകൾ ലഭിക്കുന്നവർക്കുമുള്ള മെയ് മാസത്തിലെ 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ഭാഗികമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപയോടൊപ്പം കുടിശ്ശിക ആയിരുന്ന പെൻഷന്റെ ഒരു ഘടവും കൂടി ചേർത്താണ് 3200 രൂപയുടെ വിതരണം സർക്കാർ തിങ്കളാഴ്ച ദിവസം മുതൽ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് ധനമന്ത്രി KN ബാലഗോപാൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചത്. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ നല്ലൊരു ശതമാനത്തിനും പെൻഷൻ ലഭിച്ചുവെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വരുന്നവർക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല. സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം പെൻഷൻ എത്താറുള്ളത്. എങ്കിലും ഇത്തവണ ബാങ്കിംഗ് ശൃംഖലയിലെ ചില പ്രശ്നങ്ങൾ കാരണം അക്കൗണ്ടുകളിലേക്ക് എത്തുവാൻ 4 ദിവസം വൈകിയിരിക്കുകയാണ്. എന്നാൽ വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് തിങ്കൾ മുതൽ വിതരണം സജീവമാവുകയും ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച വൈകിട്ടോടെ ബാങ്കുകളിലേക്ക് പണം അയക്കുന്നതിനുള്ള തടസ്സം നീക്കി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്നലെ വൈകിട്ടും തുക എത്തിച്ചേർന്നില്ല എന്നാണ് അറിയുന്നത്. DBT സെല്ലുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുമെന്നാണ്. 3200 രൂപ ഒറ്റയടിക്കല്ല, പകരം 1600 രൂപ വീതം 2 തവണയായിട്ടാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിരുന്നത്. 2 മാസത്തെ പെൻഷൻ തുകയാണ് നൽകുന്നത് എന്നതുകൊണ്ടാണ് 1600 വീതം 2 പ്രാവശ്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നത്. ആദ്യ 1600 രൂപ വന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ചിലർക്ക് അല്ലെങ്കിൽ 1-2 ദിവസത്തിന് ശേഷമോ ആയിരിക്കും അടുത്ത 1600 രൂപ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാരിൽ 25 ലക്ഷത്തോളം പേർക്കും വിതരണം ആരംഭിച്ച് 4 ദിവസമായിട്ടും പെൻഷൻ തുക ലഭിച്ചില്ല. ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കാണ് പണം ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടത്. ഇത് ആദ്യമായിട്ടാണ് കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക വരാതിരിക്കുന്നത്. 24-ന് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിപ്പ്. സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം സജീവമായിരുന്നുവെന്നും ധനവകുപ്പ് വ്യക്തമാക്കി. ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണം ബാങ്കിംഗ് ശൃംഖലയിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് വൈകുന്നത്. ഇന്ന് പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ധനവകുപ്പ് വ്യക്തമാക്കി. ഇന്ന് തുക എത്തിച്ചേരാത്തവർ ആശങ്കപ്പെടേണ്ടതില്ല. ജൂൺ 5-ാം തീയതി വരെ സംസ്ഥാനത്ത് ഈ 3200 രൂപ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമെന്ന് ധനവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. തടസ്സങ്ങൾ നീക്കി DBT സെല്ലിൽ നിന്നും ഇന്നെങ്കിലും പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന സൂചനകൾ. ഇന്നും നാളെയും പെൻഷൻ തുക എത്താത്തവർക്ക് ജൂൺ 5-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ്. സാധാരണഗതിയിൽ ഭൂരിഭാഗം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ആദ്യ 2 ദിവസത്തിനുള്ളിൽ തന്നെ പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്നതാണ്. ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. 200 രൂപ, 300 രൂപ, 500 എന്നിങ്ങനെയൊക്കെയാണ് കേന്ദ്ര വിഹിത തുക പെൻഷനിൽ ഉള്ളത്. 2 മാസത്തെ തുക വിതരണം ചെയ്യുന്നതിനാൽ 400 രൂപ, 600 രൂപ, 1000 രൂപ ഒക്കെ കുറവായിട്ടാണ് പലർക്കും ലഭിക്കുന്നത്. ഈ കേന്ദ്രവിഹിത തുക ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രത്യേകമായി എത്തിച്ചേരുന്നതാണ്. ജീവനക്കാർ വഴി നേരിട്ട് വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ 3200 രൂപ ലഭിക്കുന്നതാണ്. DBT സെല്ല് വഴിയുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം 2-3 ദിവസം കൊണ്ട് ഏകദേശം പൂർത്തിയാകുമെങ്കിലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തിയാകുവാൻ ഒരാഴ്ചയിലേറെ സമയം സാധാരണഗതിയിൽ എടുക്കുന്നതാണ്. പെൻഷൻ തുക ലഭിച്ചവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി മുടക്കമില്ലാതെ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നു വരികയാണ്. 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഗഡു അടക്കം 3 എണ്ണവും സർക്കാർ ഇതിനകം വിതരണം ചെയ്തിരിക്കുകയാണ്. ഇനി 2 കുടിശ്ശിക ഗഡുക്കൾ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ളത്. അത് ഈ വർഷം തന്നെ കൊടുക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ എല്ലാം യഥാസമയം അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.